والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون والذين هم من عذاب ربهم مشفقون صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ എഴിമല സയ്യിദ് അവറുകളെ, സയ്യിദ് സഫ്വാൻ തങ്ങൾ അവറുകളെ, ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രഗത്ഭരായ അൽഫല ഗ്രൂപ്പിന്റെ പ്രവർത്തകന്മാരെ, എല്ലാ റമദാനിലും 10 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനത്തിന്റെ ഒരാവർത്തനമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹു അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെയും സ്വീകരിച്ച അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 40-ഓളം കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സൗകര്യവും മറ്റു സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ മഞ്ചേശ്വരം മണ്ഡലത്തിലും ഇതിന്റെ പരിസര കർണാടകയിലെ പ്രദേശങ്ങളിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന അൽഫല ഗ്രൂപ്പിന്റെ പ്രഗത്ഭരായ അബ്ദുള്ള സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ യൂസഫ് സാഹിബ് പരിപാടിക്ക് വരേണ്ടതാണ്, വരാൻ സാധിച്ചിട്ടില്ല. ക്ഷമാപണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം സഹകരണത്തോടുകൂടെ 10 വർഷമായി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സത്യവിശ്വാസികൾ നന്മ ചെയ്യുമ്പോൾ തന്നെയും ആ നന്മ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ്. ഒരു ദാനം ചെയ്യുമ്പോൾ ഈ ദാനം എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ, അല്ലാഹു സ്വീകരിക്കില്ലയോ എന്ന് പേടിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ദാനം ചെയ്യുക എന്നാണ്. അല്ലാഹു സ്വീകരിക്കലാണ് പ്രധാനം. അല്ലാഹു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ശുദ്ധ റമദാനിലാണ്, നോമ്പെടുത്ത പകലിലാണ്, ജുമുഅ കഴിഞ്ഞ നേരമാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷീണവും വിശപ്പും അനുഭവപ്പെടുന്ന നമ്മുടെ ദിവസത്തിലെ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ സമയം നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണം ഞാനും നിങ്ങളും ചെയ്തുകൂട്ടിയ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് ഈ നിമിഷം വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹുവിനെ ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. നിങ്ങളുടെ ദീനി സ്ഥാപനങ്ങളെ സഹായിച്ച മദ്രസകൾ, പള്ളികൾ, ഈ പരിപാടി പോലെയുള്ള സംഭവങ്ങൾ അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സഹായികളായി വന്നിട്ടുണ്ടോ, അല്ലാഹുവേ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹോദര സഹോദരിമാർ, മിനാത്തുകൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫ മാപ്പ് തരയണമേ എന്ന മാപ്പ് യാചിക്കുന്ന വളരെ കൂടുതൽ ആളുകൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വഴിമാറുന്ന അപൂർവ നിമിഷത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി
ഓർത്തത്. മുത്തുനബി തങ്ങൾ കരയാനിടയായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ കണ്ണുനീർ കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. അവിടുത്തെ കണ്ണുനീർ അല്ലാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടുള്ള കണ്ണുനീരാണ്. ഐനാനി ഐനാനി ലൻ തമസ്സഹുമന്നാർ ഐനാനി ലാ തമസ്സുഹുമന്നാർ. അപകടം പേടിച്ചതുകൊണ്ടല്ല, സുഹൃത്തിന്റെ കാമുകന്റെ കാമുകിയുടെ വേർപാടിനെ ചൊല്ലിയല്ല. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്. ജീവൻ നൽകിയ സത്താവിനോട്, ജീവിതം നൽകിയ സത്താവിനോട് കടപ്പാട് കാണിക്കാൻ എന്നെ കൊണ്ടായില്ലല്ലോ. എന്റെ റബ്ബിനോട് വേണ്ട വിധത്തിൽ വിധേയത്വം കാണിക്കാൻ എന്നെ കൊണ്ടായിട്ടില്ലല്ലോ എന്നോർത്ത് കരയുന്ന കണ്ണുള്ള ആ വ്യക്തിയെ അല്ലാഹു നരകം തൊടിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅയ്നുൻ, മറ്റൊരു കണ്ണ് ഒരു സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉറക്കമിളക്കുന്ന കണ്ണാണ്. സഹറത്ത്, അല്ലാഹുവിന്റെ ഈ ഉമ്മത്തിന് വേണ്ടി ശത്രു സമൂഹം, ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോ അവർക്ക് സംരക്ഷണം തീർക്കാൻ വേണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന കണ്ണ്. ഒരു സെക്യൂരിറ്റി ജോബ് ചെയ്യുന്നത്, ഒരു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമിളച്ച് നിൽക്കുന്ന കണ്ണ്, ആ കണ്ണിനും അല്ലാഹു നരകശിക്ഷ നൽകുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലിന്റെ ജീവിതത്തിലെ കണ്ണുനീർ തുള്ളികളാണ് നമ്മുടെ വിഷയം. മുത്തുനബി തങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ. ഹബീബുനാ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മയോർത്ത് കരഞ്ഞിട്ടുണ്ട്, ഈ സമൂഹത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നബിയുടെ പ്രിയപ്പെട്ട അനുജനൻ, ഹബീബിന്റെ കൂട്ടുകാരൻ, വിശുദ്ധ ഖുർആനിന്റെ വിവരം നൽകപ്പെട്ടിരുന്ന സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുപാട് അനുഭവങ്ങളുള്ള സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, ഇഖ്റഅ അലയ്യൽ ഖുർആൻ, നിങ്ങൾ എനിക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതിത്തരണേ, നിങ്ങൾ എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങേക്ക് ഓതിത്തരികയാണോ വേണ്ടത്? വഅലൈക ഉൻസില, അങ്ങേക്കല്ലയോ അല്ലാഹു ഖുർആൻ ഇറക്കിയത്, അങ്ങേക്കല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, അങ്ങേക്ക് ഞാൻ ഓതിത്തരേണ്ടതുണ്ടോ? അങ്ങല്ലയോ മുബാശറതൻ അനിൽ അമീൻ, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഡയറക്റ്റ് കേട്ടവരല്ലയോ നബിയെ നിങ്ങൾ? അങ്ങല്ലയോ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഞാൻ അങ്ങേക്ക് ഓതിത്തരികയാണോ? ഇബ്നു മസ്ഊദ് എന്നവരുടെ അദബാണത്, അച്ചടക്കമാണത്, വിനയമാണത്, ഹബീബിനോടുള്ള ബഹുമാനമാണത്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, എന്നിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ, അത് ഓതപ്പെടുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് എനിക്കൊന്ന് ഓതിത്തരൂ. സൂറത്തുൻ നിസാ ഓതുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഞാനൊരു ആയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുത്തുനബി തങ്ങൾ എന്നോട് പറയുന്നു, മതി ഇബ്നു മസ്ഊദേ, നിർത്തുക, നിർത്തുക ഇബ്നു മസ്ഊദേ, മതി മതി, നിർത്തുക. كيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഈ ആയത്താണ് ഓതിയിട്ടുള്ളത് സൂറത്തുൻ നിസായിലെ. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. വിശുദ്ധ ഖുർആനിലെ ഈ വാക്യം എത്തിയപ്പോൾ
അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ മുത്തനബിതങ്ങൾ കരയുകയായിരുന്നു. മുത്തനബിതങ്ങൾ കണ്ണുനീർ തുടക്കുന്നത് ഞാൻ കണ്ടു. ഹബീബിന്റെ കണ്ണുനീർ പൊഴിഞ്ഞൊരു അവസരമാണത്. നബിതങ്ങൾ കണ്ണുനീർ വാർക്കുന്നു. ഞാൻ നബിയെ കാണുമ്പോൾ മുത്തനബിതങ്ങൾ കരയുകയാണ്. എന്നോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ മതി മതി, ഇതിനപ്പുറം കേൾക്കാൻ എന്നെ കൊണ്ടാവില്ല ഇബ്നു മസ്ഊദ്, മതി 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 ഇബ്നു മസ്ഊദേ നിർത്തുക. അല്ലാഹു തആല നബിയോട് ഡയറക്റ്റ് സംസാരിക്കുന്ന ഭാഗമാണത്. فكيف إذا جئنا من كل أمة بشهيد. അല്ലാഹുവിന്റെ റസൂലേ, പരലോകത്തേക്ക് നിങ്ങളെ വിസ്തരിക്കപ്പെടുമ്പോൾ بسم الله الرحمن الرحيم فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബിയെ, എല്ലാ സമുദായങ്ങളെയും അല്ലാഹു കൊണ്ടുവരുമ്പോൾ പ്രവാചകന്മാരെ വിസ്തരിക്കും. ഓരോ സമുദായത്തിനും സാക്ഷി പറയാൻ പ്രവാചകന്മാരെ അല്ലാഹു വിസ്തരിക്കുന്ന നേരം ഓർത്തു നോക്കുക നബിയെ. അല്ലാഹുവിനെ ആരാധിക്കണമെന്നും അല്ലാഹുവിനെയാണ് വണങ്ങേണ്ടതെന്നും നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി ജീവിക്കണമെന്നും എന്റെ പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് സമുദായങ്ങളോട് ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയും, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല. ഏകനാണ് സൃഷ്ടാവെന്ന് പടച്ചതമ്പുരാൻ ഒരേ ഒരുത്തനാണ്. പ്രപഞ്ചത്തെ പടച്ചത് രണ്ടല്ല മൂന്നല്ല, ഒരാളാണ്. ഖുൽ ഹുവല്ലാഹു അഹദാൻ, അല്ലാഹു സ്വമദാണ്, ലം യലിദ് വലം യൂലദാണവൻ. ഇത് പറഞ്ഞു തരാൻ എന്റെ അമ്പിയാക്കന്മാര് വന്നപ്പോ നിങ്ങൾ എന്തേത് കേൾക്കാതിരുന്നത് എന്ന് സമുദായത്തോട് ചോദിക്കുമ്പോ അവര് പറയുമത്രേ, പടച്ചവനെ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ആരും ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. നിഷേധിക്കുന്ന സമയത്ത് സമുദായങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ പ്രവാചകന്മാരെ അല്ലാഹു കൊണ്ടുവരും, വിസ്തരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നബിയോട് അല്ലാഹു ചോദിക്കുന്ന രംഗമാണത് സൂറത്തുൽ നിസായിലൂടെ. فكيف إذا جئنا من كل أمة بشهيد. പ്രവാചകരെ, എല്ലാ ഓരോ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷിയെ അതത് സമുദായങ്ങളിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരെ നാം കൊണ്ടുവരുമ്പോൾ, സാക്ഷി പറയാൻ വിസ്തരിക്കുമ്പോൾ, ഈ സമുദായത്തിന് സാക്ഷി പറയാൻ, അങ്ങയുടെ ഉമ്മത്തികൾക്ക് സാക്ഷി പറയാൻ നബിയെ അല്ലാഹു നിങ്ങളെ കൊണ്ടുവരികയും ചെയ്താൽ എങ്ങനെ ഉണ്ടാകും നബിയെ? എങ്ങനെയുണ്ട് നബിയെ? അല്ലാഹു നിങ്ങളെ നാളെ കൊണ്ടുവരുമ്പോ ഈ സമുദായത്തിൽ ജനിച്ചവരെ, അഷ്റഫുൽ ഖൽഖിന്റെ കാലശേഷം ഇവിടെ ജീവിച്ചു പോകുന്നവരെ, ഏകനായ സത്താവിനെയാണ് നിങ്ങൾ വന്ദിക്കേണ്ടത്, വണങ്ങേണ്ടത്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന വസ്തുത വിസ്മരിച്ചു പോയൊരു സമുദായം അല്ലാഹുവിന്റെ ചോദ്യത്തിന് നിഷേധാത്മകമായി മറുപടി പറയുമ്പോൾ, മുത്തുനബിയെ, നിങ്ങളെ സാക്ഷിയായി ഞാൻ അവിടെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകും നബിയെ? ഫകൈഫ ഇദാ ജിനാ. പരലോകത്തിന്റെ രംഗമോർത്തപ്പോഴാണ് ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീർ വീഴുന്നത്. മുത്തനബിതങ്ങൾ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ റസൂലുള്ളാഹി തദ്മഉ ഐനാ, ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീഴുന്നത് ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന മാസമാണിത് റമദാൻ. വിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഖുർആനിനോടൊപ്പം ജീവിക്കുന്നത്, ഖുർആനിന്റെ ആയത്തുകളോടൊപ്പം അർത്ഥമറിഞ്ഞ് ആയത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഓതുമ്പോൾ കണ്ണുകൾ നനഞ്ഞു പോകും, ഹൃദയം പേടിച്ചു പോകും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളുടെ ലക്ഷണം, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും من عذاب ربهم مشفقون إن الإنسان
മനുഷ്യൻ ധൃതി പിടിക്കുന്നവനാണ്, നന്ദി കേട് ചെയ്യുന്നവനാണ്. ഇദാ മസ്സഹു ശർറു ജസൂആ, മനുഷ്യന്റെ പരീക്ഷണം വരുമ്പോ വെപ്രാളപ്പെടും. അല്ലാഹു അസുഖങ്ങൾ നൽകുമ്പോ കാരുണ്യവാനായ തമ്പുരാൻ വിഷമങ്ങളുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമുക്ക്, നമ്മുടെ രോഗികൾക്കെല്ലാം റബ്ബ് കാവൽ നൽകട്ടെ, രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഇദാ മസ്സഹു ശർറു ജസൂആ, പരീക്ഷണങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവനാണ് മനുഷ്യൻ. ഖുർആൻ പറയുന്നു വഇദാ മസ്സഹുൽ ഖൈറു മനൂആ, എന്നാലോ അല്ലാഹു അനുഗ്രഹം തന്നാൽ അവൻ പിടിച്ചുവെക്കും. സമ്പത്ത് തന്നാൽ ഇത് എനിക്കുള്ളതാണ്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടാ എന്ന് നന്മ ലഭിക്കുമ്പോൾ ആരാർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുകയും വിഷമങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്നവനുമാണ് മനുഷ്യൻ. എന്നാൽ ഭൗമിക ലോകത്ത് നടക്കുന്ന ഈ അനുഭവങ്ങളിൽ ഒരിക്കലും പതറാതെ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് പതറുകയില്ല, നിസ്കരിക്കുന്ന ആളുകൾ പതറിപ്പോവില്ല. അസുഖമാണോ? ലില്ലാഹി മാ അഅ്താഹു ലില്ലാഹി മാ അഖദ്, തന്നവൻ അല്ലാഹുവല്ലേ, കൊണ്ടുപോകുന്നവനും അവനല്ലേ, തരുന്നതും പിടിച്ചു വെക്കുന്നതും അല്ലാഹുവിനുള്ളതല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെങ്ങനെയാ പറയാ? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവരെ നിസ്കാരം നിലനിർത്തുന്നവരാണ്. റമദാൻ കഴിഞ്ഞിട്ടേ ചൂടില്ല, റമദാനിന്റെ മുമ്പുണ്ട്, റമദാനിലുണ്ട്, ശേഷമുണ്ട്. അങ്ങനെയാണ് നല്ലത്. റമദാനിൽ മാത്രം ഒരു കോലം കെട്ടല്, റമദാൻ കഴിഞ്ഞ പിന്നെ നമ്മൾ നമ്മുടേതായ അനാവശ്യങ്ങളുടെ ലോകത്ത് സിനിമകളുമായി, സീരിയലുമായി, പാട്ടുമായി, മ്യൂസിക്കുമായി അല്ലാഹുവിൽ നിന്ന് അകന്നിട്ടുള്ള ഒരു ജീവിതം. പടച്ചതമ്പുരാൻ എന്തിന് ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന ഒരു ഓർമ്മയും റമദാൻ കഴിഞ്ഞാൽ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. അത് വഞ്ചിക്കുന്നതാണ്, അതൊരു തരം കാപട്യമാണ്. കാപട്യം അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോരുന്ന ആളുകൾ രോഗം വന്നാൽ പതറുകയില്ല, അസുഖം വന്നാൽ പതറിപ്പോവില്ല, പരീക്ഷണങ്ങൾ വന്നാൽ തളർന്നു പോവില്ല. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, ആരാണ് തളരാത്തത്, ആരാണ് വിഷമിക്കാത്തത്? അവരവരുടെ സമ്പത്തുകളിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവരെ. എന്റെ സ്വത്ത് എന്റേതല്ലേ, ഞാൻ അധ്വാനിച്ചതല്ലേ, എന്റെ ശമ്പളമല്ലേ, എന്റെ ബിസിനസിന്റെ ലാഭമല്ലേ, അങ്ങനെയല്ല വിചാരിക്കുക. അതിൽ തന്നെ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവരെ, വൽ മഹ്റൂം, ഒന്നുമില്ലാതെ വിഷമിക്കുന്നവരെ. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങളോട് പറഞ്ഞല്ലോ, എത്രയോ പാവപ്പെട്ടവർ ജീവിക്കുന്ന മണ്ണാണ് നമ്മുടെ കാസർഗോഡിന്റെ മണ്ണ്. അത്ഭുതം തോന്നും. കയ്യുമണ്ണയുടെ വീഡിയോ കാണുമ്പോഴാ സുബ്ഹാനല്ലാഹ്, ഇത്രയും കഷ്ടപ്പാടുള്ളവരൊക്കെ കാസർഗോഡ് ജില്ലയിലുണ്ടോ? ഉടനെ ഇത്ര കഷ്ടപ്പെടുന്ന ആളുകൾ ആരെ എന്തേ ഇത് കാണാത്തത്, എന്തേ നമ്മൾ അറിയാതെ പോകുന്നത്? വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം, നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ അല്ലാഹു തന്ന പൈസയിൽ ദൗർഭാഗ്യവാന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് മഹ്റൂം, ലെസ് ഫോർച്യുനേറ്റ്, നമ്മുടെ അത്ര സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, സായിൽ വല്ലതും തരണേ എന്ന് ചോദിക്കുന്നവരെ, അവര് നാവ് കൊണ്ട് ചോദിക്കുന്നില്ല, അവരുടെ വീട് ചോദിക്കുന്നുണ്ട്, അവരുടെ ശരീരം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, ജീവിതം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അവർക്കൊക്കെ ഇവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവരെ. അവകാശം എന്റെ ഔദാര്യമല്ല, എന്റെ ഔദാര്യമല്ല പാവപ്പെട്ടവനെ സഹായിക്കുന്നത്, അത് പാവപ്പെട്ടവന്റെ അവകാശം ഞാൻ കൊടുക്കലാണ്. അങ്ങനെ വിചാരിക്കുന്നവരെ രോഗം വന്നാൽ തളർന്നു പോവില്ല, വിഷമം വന്നാൽ തളർന്നു പോവില്ല. ഖുർആൻ പറയട്ടെ, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, നാളെ അല്ലാഹു പ്രതിഫലം നൽകാൻ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് പേടിക്കേണ്ടി വരില്ല.
അള്ളാഹുവിന്റെ വിചാരണയുണ്ട് നാളെ. നന്മക്ക് അള്ളാഹു നാളെ കൂലി തരും, നന്മക്ക് അള്ളാഹു പ്രതിഫലം തരും, നാളെ തിന്മക്ക് ശിക്ഷയുമുണ്ട്. എന്നാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് പുറത്തു കൊടുക്കും, അവൻ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു അവൻ ശിക്ഷിക്കുന്നവരെ അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്തേക്കും. എന്നാൽ എന്റെ കോപത്തെക്കാളും എന്റെ കാരുണ്യമാണ് മുൻകടന്നിരിക്കുന്നത്, എന്റെ കരുണയാണ് എന്റെ കോപത്തെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞ തമ്പുരാനാണ് അല്ലാഹു ജല്ല ജലാലു. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. ഇവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിന്റെ ശിക്ഷ വരുമോ എന്ന് പേടിക്കുന്ന ആളുകള്, അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ, അല്ലാഹു എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമോ, എന്റെ പാപങ്ങൾ അവൻ പുറത്തു തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും റബ്ബേ എന്നോർത്ത് പേടിക്കുന്ന ഹൃദയങ്ങൾ. ആ പേടിക്കുന്ന ആളുകൾക്കും അവര് വിഷമിക്കേണ്ടതില്ല, അവര് പരാജയപ്പെടുകയില്ല, അവര് തളർന്നു പോകുന്നവരല്ല, അവരൊരിക്കലും ഐഹികമായ വിഷയങ്ങളിൽ മതോന്മത്തരായി ജീവിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ പരീക്ഷണം വന്നാൽ തന്നെയും ഇവരാരും തകർന്നടിയുകയില്ല, പതറിപ്പോകുന്നവരല്ല. ആര്? അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുനീർ തുള്ളികളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹബീബ് കരയുന്നുണ്ട്, വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിന്റെ അദാബ് വരുമോ എന്ന് പേടിക്കുന്നവരെ. ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലെ യുദ്ധത്തടവുകാരായ ആളുകളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത്, കരുണയുണ്ടായിരുന്ന, ഹൃദയം ലോലമായിരുന്ന, വളരെ ആർദ്രതയുണ്ടായിരുന്ന, ഏറ്റവും നല്ല മനസ്സുണ്ടായ മഹാനായ ഹബീബിന്റെ കൂട്ടുകാരൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ഉച്ചതോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ആ യുദ്ധത്തടവുകാരെ എന്തെങ്കിലും അതിന് പ്രായശ്ചിത്തം വാങ്ങിയിട്ട് അവരെ വിട്ടയക്കണം, അവരെ വധിക്കരുത്. ഉമറേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, മദീനയിലേക്ക് താമസം മാറി വന്ന നമ്മളെ, മക്ക നമ്മുടെ നാടാണ്, മക്കയിൽ നിന്ന് നമ്മൾ ആട്ടിയോടിച്ചവരെ 500 കിലോമീറ്റർ വനഭൂമിയിലൂടെ നമ്മളെ യാത്ര ചെയ്തു വന്നു. അങ്ങനെ മദീനയിലേക്കെത്തി. ഈ മദീനയിലും നമ്മളെ സ്വസ്ഥമായി ജീവിക്കാൻ വിടാതെ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്ന ബദറിലേക്ക് വന്ന ഖുറൈശി പ്രമുഖന്മാർ എന്തിനവരെ വിട്ടയക്കണം? അവർ ഈ ഭൂമിലോകത്ത് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടവരല്ലേ? എന്റെ അഭിപ്രായം, അവർക്ക് പ്രായശ്ചിത്തം വാങ്ങി വെറുതെ വിടേണ്ട നബിയേ. അവർക്ക് ജീവപര്യന്തം ശിക്ഷയാണ്, അതിനപ്പുറം അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തലാണ് ആവശ്യം. കാരണം അവരുടെ അസ്തിത്വം ഈ പ്രപഞ്ചത്തിന്റെ ഭീഷണിയാണ്, നന്മയ്ക്ക് ഭീഷണിയാണ്. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം, പ്രായശ്ചിത്തം തന്നിട്ട് വെറുതെ വിടാം. അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് ഉമറിന്റെ തീരുമാനമായിരുന്നു. അവിടെ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്, മുത്തലിമിനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സദസ്സിലേക്ക് കടന്നു വരുന്നു. ലിമ തബ്കി യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഈ കരച്ചിൽ? എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് കരയുന്നത്? സിദ്ദീഖേ, അല്ലാഹുവിന്റെ തീരുമാനം ഉമറിന്റെ അഭിപ്രായമായിരുന്നു. സിദ്ദീഖേ, നമ്മളെ ചെയ്തത് അല്ലാഹുവിന് ഇഷ്ടമായില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അബൂബക്കറേ, ഈ ഉമ്മത്തിന് ശിക്ഷ വരുമോ? അഖ്റബ മിൻ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തോളം, ഈ വൃക്ഷത്തിനടുത്തോളം അല്ലാഹുവിന്റെ ശിക്ഷ നമ്മുടെ അരികത്തേക്ക് എത്തിയിരിക്കുന്നുവോ എന്ന് ഞാൻ പേടിക്കുന്നു. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ അദാബ് വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ വരുമോ എന്ന് ഭയപ്പെടുന്ന സിദ്ദീഖേ, ഞാൻ അതുകൊണ്ട് കരയുകയാണ്, എന്റെ ഉമ്മത്തിനെ ഓർത്ത് കരയുകയാണ്.
വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അല്ലാഹുവിന്റെ അദാബ് വരുമോ എന്നോർത്ത് പേടിക്കുകയാണ് ഞാൻ, കരയുകയാണ് ഞാൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് അല്ലാഹുവിന്റെ ശിക്ഷയോർത്തുകൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, ഹൃദയങ്ങൾ പേടിക്കേണ്ട നേരമാണത്, ഹൃദയങ്ങൾ ഭയപ്പെടേണ്ട സമയമാണ്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10ലേക്ക് കടന്നിരിക്കുകയാണ്. നരകത്തിൽ നിന്ന് മോചനം വേണം നമുക്ക്. ഓരോ വർഷവും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നവര്, പക്ഷെ ഒരു റമദാൻ കഴിഞ്ഞാൽ നരകം ചോദിച്ചു വാങ്ങുന്ന എത്ര തെറ്റുകളാണ് നമ്മൾ വാരിക്കൂട്ടുന്നത്. വീണ്ടും പരമസരം കൂടെ തന്നിരിക്കുന്നു. അല്ലാഹു പടച്ചവനോട് പേടിച്ചുകൊണ്ട് തന്നെ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ചൊല്ലിക്കോളൂ മുഅ്മിനേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار. ഒന്നുകൂടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار. അല്ലാഹുവേ, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായ ഒരു സത്താവും പടച്ച തമ്പുരാനുമില്ല റബ്ബേ. നിന്റെ ദൂതനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. പടച്ചവനേ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾ ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ. നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബേ. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. تقول اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. الله ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ അന്നി. അല്ലാഹുവേ, നിനക്ക് മാപ്പ് നൽകുന്നത് ഇഷ്ടമാണല്ലോ, നീ മാപ്പ് നൽകുന്നവനാണല്ലോ, മാപ്പ് കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ. ഫഅഫു അന്നി. എത്ര വലിയ പാപം ചെയ്ത പാപിയാണെങ്കിലും നീ എനിക്ക് മാപ്പ് തരണമേ, മാപ്പ് തരണമേ എന്ന് റബ്ബിന്റെ അദാബിനെ ഓർത്ത് കരയേണ്ട നേരമാണിത്. ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു തആല അൻഹു, ഇമാമിങ്ങളിൽ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗൽഭനായ ഇമാം അൽ ഫുദൈൽ ആബിദുൽ ഹറമൈൻ എന്നാണ് അറിയാം. പരിശുദ്ധമായ മക്കയിലും മദീനയിലും, മദീനത്തെ പള്ളിയിലും മക്കയിലെ പള്ളിയിലും ഒരുപാട് കാലം ഇബാദത്തിൽ ജീവിച്ച മഹാൻ ആബിദുൽ ഹറമൈൻ അൽ ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ തന്റെ പിഞ്ചു മകനുണ്ട്, അലി എന്ന് പറയുന്ന മകൻ. അലി എന്ന മകൻ ചെറിയ കുട്ടിയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി വീട്ടിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കരയുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ ടോയെടുത്ത് കളിക്കുന്ന നേരത്ത്, ഫോണെടുത്ത് കളിക്കുന്ന നേരത്ത്, ഐപാഡുകളെടുത്ത് കളിക്കുന്ന നേരത്ത് പിഞ്ചു ബാലകാലൻ ബോധമുള്ള കുഞ്ഞ്, ചെറുപ്രായക്കാരനായ കുഞ്ഞ്, 4-5 വയസ്സുള്ള പ്രായമുള്ള അലി എന്ന മകൻ, അലി ഇബ്നുൽ ഫുദൈൽ ഇബ്നു അയാദ്, മഹാനായ ഫുദൈൽ ഇബ്നു അയാദിന്റെ മകനാണ് അലി. ആ മകൻ കരഞ്ഞിങ്ങനെ വീട്ടിലൂടെ നടക്കുമ്പോ ഉപ്പ ചോദിക്കുന്നു, മോനെ അലി, എന്തിനാണ് ഈ കരച്ചില്? കുഞ്ഞുങ്ങൾ വിശന്ന് കരയാൻ, അവരുടെ ഇഷ്ടപ്പെട്ട ടോയ് അവർക്ക് വേണമെന്ന് വാശി പിടിച്ച് കരയാറുണ്ട്. അവരുടെ എന്തെങ്കിലും കളിക്കോപ്പുകൾ പൊട്ടിപ്പോയാൽ കരയാറുണ്ട്. ഉമ്മയുടെ ശകാരമോ കരയാറുണ്ട്. എന്തിനാണ് അലിയെ നിങ്ങൾ കരയുന്നത് എന്ന് സ്വന്തം മോനോട്, അലി എന്ന മോനോട് പാപ്പയായ ഫുദൈൽ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ പിഞ്ചു ബാലൻ നൽകിയൊരു മറുപടിയുണ്ട്. യാ ബുനയ്യ യർഹമുകല്ലാഹു ലിമ തബ്കി. എന്തിനാ മോനെ കരച്ചിലെന്ന വാപ്പയുടെ ചോദ്യത്തിന് മോന്റെ മറുപടി, യാ അബതാ
ഉപ്പാ. പിഞ്ചു മക്കളെ നോക്കുക, ഒരു ചെറിയ കുട്ടിയുടെ മറുപടി, ഉപ്പാ ഞാൻ കരയുന്നത് ഉപ്പാ ഞാൻ നരകത്തെ ഓർത്തുപോയി, ഇങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചു പോയതാണ്. അത് ഓർത്തുകൊണ്ടാണ് ഉപ്പാ ഞാൻ കരയുന്നത്. പിഞ്ചു കുട്ടിയാണ് പറഞ്ഞത്. അല്ലാഹു കുട്ടികളെ ശിക്ഷിക്കാൻ വെച്ചവന്റെ ശിക്ഷയെ ഞാൻ ഓർക്കുകയാണ്, കരയുന്നത് എന്ന് ഒരു പിഞ്ചു ബാലൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി കുഞ്ഞലം വാപ്പയായ ഫുദൈൽ തങ്ങളോട് നൽകിയ മറുപടിയാണത്. നരകത്തിൽ നിന്ന് കാവൽ നൽകണമേ എനിക്കും എന്റെ ഉപ്പാക്കും. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഞാൻ പറ്റി എന്റെ ഉപ്പ ഞാനും അങ്ങയോട് ചോദിച്ചോട്ടെ, ഒരു മോനായി ഇവിടെ തന്ന പടച്ചവനോട് നിങ്ങളൊന്ന് ചോദിക്കണം, പടച്ചവനെ ഇവിടെ എന്റെ മോനായി തന്ന പോലെ എന്റെ മോനെ നാളെ പരലോകത്ത് നൽകണമേ എന്ന് എന്റെ റബ്ബിനോടൊന്ന് ചോദിക്കണം ഉപ്പ. അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയേക്കുമെന്ന് ഒരു പിഞ്ചു ബാലൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വർഗമൊന്നല്ല, ഈ പേടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. വിവരം ഒരുപാടുണ്ട് നമുക്ക്, സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഇഷ്ടം പോലെ ഇൽമ്, വിജ്ഞാനത്തിന്റെ ബുക്കുകള്, സീഡികള്, കാസറ്റുകള്, വാളുകള്, എഴുത്തുകള് എല്ലാം ഇഷ്ടം പോലെ. വിവരം മസലകൾ ധാരാളം. ഹലാലും ഹറാമും അറിയാം, കറാഹത്തും മുസ്തഹബും അറിയാം, സുന്നത്തും ഫർളും അറിയാം, ഫിഖ് അറിയാം, ഹദീസ് അറിയാം, ചരിത്രം അറിയാം. പക്ഷേ നമ്മിൽ നഷ്ടപ്പെട്ടു പോകാൻ മാത്രം അൽ ഖശിയത്തു മിനല്ലാഹ്. അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ പേടി വരുന്നില്ല, അല്ലാഹുവിനെ പറ്റി ഓർക്കുമ്പോൾ ഹൃദയം പേടിക്കുന്നില്ല. വിവരമെമ്പാടുമുണ്ട്. ഒരു പണ്ഡിതനെ പഴച്ചാൽ പോലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധാരണക്കാരുണ്ടെന്ന്. അതാണ് കാലത്തിന്റെ അവസ്ഥ. അത്ര അധികം വിജ്ഞാനം കൂടിയിട്ട് പോലും എന്തേ വിവരമുള്ള ആളുകളല്ലേ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. എന്താ നമ്മൾ പേടിക്കാത്തത്? അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന ആളുകള്, ആ ആളുകൾക്ക് നാളെ വിഷമിക്കച്ചരം. സിംഹം ഗർജിക്കുന്നത് കേട്ടു, സുലത്തുബിൻ അശീമിനെ കടിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. ഈ സംഭവം ഉദ്ധരിക്കുന്ന ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറയുന്നു, ഞാൻ ഓടിയിട്ടൊരു മരത്തിന്റെ മുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ കാത്തിരിക്കുകയാണ്. ഞാൻ മരത്തിന്റെ മുകളിൽ കാത്തു, സിംഹം ഓടി വരും. ഞാൻ വിചാരിച്ചു സിംഹത്തിന്റെ ഗർജനം കേൾക്കുമ്പോ തീർച്ചയായും സുലത്തുബിൻ അശീം കെട്ടിവെച്ച് കൈയടിച്ചിട്ട് ഓടുമെന്ന്. കാലത്തിൽ തന്നെ റുകൂഇലേക്ക് പോകുമ്പോഴേക്കും സിംഹം അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു ആ സിംഹം അവരെ കടിക്കുമെന്ന്. ഏതിനാളിൽ വന്നു സുജൂദിലേക്ക് പോയപ്പോ ഞാൻ ഉറപ്പിച്ചു, സിംഹമല്ലേ, ഒരു മൃഗമല്ലേ, മനുഷ്യനെ കണ്ടാൽ, ഒരു ചെറുജീവിയെ കണ്ടാൽ കടിച്ചു തിന്നുന്ന സിംഹം സുലത്തുബിൻ അശീമിന്റെ തലക്ക് കടിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ പേടിച്ചു വിറച്ചു മരത്തിന്റെ മുകളിൽ പിടിച്ചു നിൽക്കും. ആ സിംഹം അടുത്തു വന്നു, ഒന്നും ചെയ്തില്ല. സുലത്തുബിൻ അശീം എന്നവര് തഹിയ്യാത്തിൽ വന്നു സിംഹത്തോട് പറയുന്നത് ഞാൻ കേട്ടു, യാ അയ്യുഹസ്സബ്ഉ ഉത്ലുബി റിസ്ഖ ഫീ ഗൈരി ഹാദാ. സിംഹമേ, നിനക്ക് ഭക്ഷണം ഇവിടുന്ന് പോയിക്കോ, ഇവിടെ നിന്റെ ഭക്ഷണമില്ല, ഞാൻ നിന്റെ ഭക്ഷണമല്ല എന്ന് സിംഹത്തോട് പറഞ്ഞപ്പോ അത് തലയാട്ടി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട്. ജഅഫർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല മഹാനായ സുലത്തുബിൻ അശീം എന്നവർ അറിയുന്നില്ല, ഒരു മനുഷ്യൻ ഇതൊക്കെ മരത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശീം എന്നവർ സുബഹിക്ക് നേരമാകാറായിട്ടുണ്ട്. മുസല്ലിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേട്ടു, യാ ഖാലിഖാതി വൽ അർദ്, ആകാശലോകങ്ങളെ സൃഷ്ടിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുഈദനി മിനൻ നാർ. അല്ലാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് നിന്നോട് ഞാൻ റബ്ബേ കാവൽ ചോദിക്കുന്നു. റബ്ബേ, എന്നെ നരകത്തിൽ നിന്ന് കാക്കേണമേ.
എങ്ങനെയാണ് റബ്ബേ ഈ സാധുവായ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കാൻ ധൈര്യപ്പെടുന്നത്? സ്വർഗം വേണമെന്ന് ഞാൻ നിന്നോട് ചോദിക്കും റബ്ബേ, അതിന് ധൈര്യം വരുന്നില്ല റബ്ബേ. ഞാൻ ചോദിക്കുന്നത് നരകത്തിൽ എന്നെ കടത്തരുതേ എന്നാണ്. നരകത്തിൽ എന്നെ കടത്തരുതേ. സ്വർഗം വേണമെന്ന് ചോദിക്കാൻ കൊതിയുണ്ട്, പക്ഷേ അത് ചോദിക്കാൻ ഞാൻ അർഹനാണോ എന്ന് പാതിരാവ് മുഴുവനും ഇബാദത്തിൽ കഴിച്ചു നശീം എന്നവരെ ദുആ ചെയ്ത് കരയുന്നത് ഞാൻ കണ്ടു എന്ന് ജഅഫർ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് നേരമായപ്പോ ഇവിടത്തെ നേരെ ചെന്നു. സൈന്യത്തിലുള്ള മുഴുവൻ പട്ടാളക്കാരും കിടക്കുന്ന ക്യാമ്പിലേക്ക് ചെല്ലുന്നു. അവിടെ പായ വിരിച്ച് മെല്ലൊന്ന് കിടന്നു. ആളുകളുടെ കൂടെ അല്പനേരം കഴിഞ്ഞപ്പോ എല്ലാവരും എഴുന്നേറ്റപ്പോ സ്വലത്തും നശീമും ബെഡിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കണ്ണു തിരുമ്മി ഒരുപാട് നേരം ഉറങ്ങിയ പോലെ, ഒരുപാട് നേരം കിടന്നുറങ്ങിയ പോലെ. എനിക്കറിയാം സുലത്തും നശീം എന്നവർ ആ രാവിലെ ഒരു പോൾ പോലും കണ്ണു ചിമ്മിയിട്ടില്ല എന്ന്, പോലും ഒരു മിനിറ്റ് പോലും ഉറങ്ങിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ചെയ്യുന്ന നന്മകൾ ആരും അറിഞ്ഞു പോകരുത്, ഞാൻ ചെയ്യുന്ന ഇബാദത്ത് ആരും അറിഞ്ഞു പോകരുത്. ഞാനും എന്റെ രക്ഷിതാവായ അല്ലാഹുവും തമ്മിലാണ്. പടച്ചതമ്പുരാനും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ആളുകളുടെ മുമ്പിൽ കൂടെ ഉറങ്ങിയതുപോലെ അവരുടെ കണക്കിൽ സുലത്തുന്നവർ ഉറങ്ങിയാൽ ഈ സംഭവം കണ്ടുപിടിക്കാൻ കൂടെ ചെന്ന ജഅഫർ ഇബ്നു സൈദ് എന്നവരെ അന്ന് മരത്തിൽ കയറി സംഭവം നോക്കി പാർത്തില്ലായിരുന്നുവെങ്കിൽ ഈ ചരിത്രം നമ്മൾ അറിയുമോ, ലോകം അറിയുമോ? ആ മഹാനുഭാവൻ രാത്രിയിലെ ഇബാദത്തിനൊടുവിൽ ദുആ ചെയ്യുന്ന ദുആയാണ് നമ്മൾ ഓർക്കുന്നത്. ഹബീബിൽ നിന്ന് കണ്ടുപിടിച്ചതാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിൽ നിന്ന് പാഠം പഠിച്ചവരെ പടച്ചവനെ, നിന്നോട് എങ്ങനെയാണ് ഒരു ദാസൻ നിന്നോട് സ്വർഗം ചോദിക്കാൻ ധൈര്യപ്പെടുന്നത്? നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, നീ നരകത്തിൽ നിന്നും എന്നെ കാക്കേണമേ എന്ന്. اللهم إنا نسألك الجنة ونعوذ بك من النار. പടച്ചതമ്പുരാനോട് കരുണയോടെ അവന്റെ കാരുണ്യം ചോദിക്കേണ്ട നേരമാണിത്. പാപമോചനം ചോദിക്കേണ്ട സദസ്സാണിത്. اللهم اعتقنا من النار اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. മുത്തറസൂലിന്റെ കണ്ണുനീരിലേക്ക് വരാം. ഹബീബ് ചിരിച്ചിട്ടുണ്ട്. ഹബീബിന്റെ പുഞ്ചിരിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹബീബിന്റെ കരച്ചിൽ, ഹബീബ് എപ്പോഴാണ് കരഞ്ഞത്? ഹബീബിന്റെ കണ്ണുനീർ തുള്ളികൾ എപ്പോഴാണ് താഴെ വീണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ കാരുണ്യമായിരുന്നു. ഹബീബ് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ടായിരുന്നു. ഹബീബ് കരഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് നമ്മൾ വരുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നോർത്തുകൊണ്ട് ഹബീബ് കരഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ശിക്ഷ വരുമോ എന്നോർത്തുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അത്തബികി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുകയാണോ? അത്തബികി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് കരയുന്നുവോ നബിയേ എന്ന് ഹബീബിന്റെ അനുയായി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. നഅം, ഞാൻ കരയുന്നുണ്ട് സഅദേ. ഹാദിഹി റഹ്മത്തുൻ, ഇത് കരുണയാണ്, ഇത് കരുണയാണ്. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരുടെയൊക്കെ ഹൃദയങ്ങളിലാണോ കരുണയുള്ളത് അവരോടാണ് കാരുണ്യവാൻ കരുണ ചെയ്യുന്നത്. അതുകൊണ്ട് സഅദേ, ഞാൻ കരയുന്ന കരച്ചിൽ റഹ്മത്താണ്, എന്റെ ഖൽബിൽ അല്ലാഹു നൽകുന്ന കരുണയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരയുമായിരുന്നു. ഹബീബ് ഒരുപാട് രംഗങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്, മഹാനവറുകൾ ഹബീബിന്റെ കരച്ചിൽ കണ്ട് കരഞ്ഞ് മഹാനായ താബിഈങ്ങളിൽ പിൻഗാമികളിൽ വന്ന മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ് കണ്ണിന്ന് കണ്ണുനീര് വരുമ്പോ മഹാനവറുകൾ ജലദോഷം വന്ന പോലെ നടിക്കും. അവിടെ ജലദോഷം വന്ന പോലെ നടിക്കും. കണ്ണിന്ന് കണ്ണുനീര് വരാനായാൽ മുഖം പൊട്ടിയിട്ട് എഴുന്നേറ്റ് പോകും. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി ആരും ഈ കരച്ചിൽ കാണരുതെന്ന് വിചാരിച്ചിട്ട്, ആരും അറിയില്ലെന്ന് വിചാരിച്ചിട്ട് മുൻഗാമികൾ അങ്ങനെയായിരുന്നു. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ
ഇമാമിന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കുമ്പോ തൊട്ടരികത്തുള്ള ആള് കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് വസ്ത്രം മുഴുവൻ നനഞ്ഞാൽ പോലും തൊട്ടടുത്തുള്ള ആളത് അറിയുമായിരുന്നില്ലത്രേ. തൊട്ടരികത്ത് നിൽക്കുന്ന ആൾക്കറിയില്ല തന്റെ അരികത്തിരിക്കുന്ന ആൾ കരയുകയാണെന്ന്. ഫാത്തിഹ ഓതുമ്പോ കരയും, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വല്ലീൻ. പടച്ചവനെ, നിന്റെ ദേഷ്യം കിട്ടിയവരെ, നിന്റെ കോപം ലഭിച്ചവരെ, അവരുടെ മാർഗം എനിക്ക് വേണ്ട റബ്ബേ. വഴിതെറ്റിപ്പോയവരുടെ മാർഗം എനിക്ക് വേണ്ട റബ്ബേ. നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗത്തിലേക്ക് എന്നെ ചേർത്തേണമേ എന്ന റബ്ബിനോട് ദുആ ചെയ്യുന്ന നേരത്തെ കരഞ്ഞു പോകും മുഅ്മിനെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ നബി ഞങ്ങൾക്ക് ഒരാളെ അയച്ചു പറഞ്ഞു, ഉപ്പയോട് വരാൻ പറയണം, എന്റെ മോൻ മരിക്കാറായിട്ടുണ്ട്. ഉപ്പയോട് വരാൻ പറയണം, എന്റെ മകൻ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീനെ വിളിക്കുകയാണ്, ലോകത്തിന്റെ കരുണയെ വിളിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, അങ്ങ് ലോകത്തിന് കരുണയാണ് നബിയേ. ഹബീബിന്റെ മോളാണ് വിളിക്കുന്നത്, ഉപ്പയോട് വരാൻ പറയണം, എന്റെ മോൻ മരിക്കാറായിട്ടുണ്ട്, ചെറിയ കുഞ്ഞ് മരിക്കാറായിട്ടുണ്ട്. തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ തിരക്കിലാണ്. ഹബീബിന് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുമ്പിൽ ഒരുപാട് ചാലഞ്ചസ്, നിബിധങ്ങൾക്കത് ഫേസ് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്, പരിഹാരം കാത്തിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നിബിധങ്ങൾ പറഞ്ഞു സ്വഹാബിയോട്, പോയിട്ട് എന്റെ മോളോട് ചെന്ന് പറയണം, ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ وكل شيء عنده بقدر ولتصبر ولتحتسب. മോളോട് പറയണം ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ. കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റേതാണ്, നിന്റെ കുഞ്ഞ് അല്ലാഹുവിന്റേതാണ്. വലില്ലാഹി മാ അഅതാ, നൽകുന്നത് അല്ലാഹുവാണ്, കുഞ്ഞിനെ തരുന്നത് അല്ലാഹു, തന്നത് അവന്റേത്, കൊണ്ടുപോകുന്നതും അവന്റേത്. എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു നിശ്ചയിക്കുന്ന സമയമുണ്ട്. ആ സമയമെത്തിയാൽ മനുഷ്യരിവിടെ നിന്ന് മരിച്ചു പോകണം. ആ സമയമെത്തിയാൽ ഈ പ്രപഞ്ചം ഇവിടെ നിന്ന് നശിക്കുന്നു. ആ സമയമെത്തിയാൽ അവർ ഉദ്ദേശിക്കുന്നത് നടക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനമാണത്. അതുകൊണ്ട് എന്റെ മോളോട് പറയണേ, ക്ഷമിക്കണം എന്ന് മുത്തനബി പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രതിഫലം നൽകുന്നുണ്ട്, അല്ലാഹു കൂലി തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മോളെ ക്ഷമിക്കണമെന്ന് പാപ്പനാണ് ഏൽപ്പിച്ചു എന്ന് സ്വഹാബിച്ചെന്ന് പറഞ്ഞപ്പോ മകൾ പറഞ്ഞു, ഇല്ല ഉപ്പ വന്നേ പറ്റൂ. അല്ലാഹുവിനെ സത്യം ചെയ്തിട്ട് പറഞ്ഞു, എന്റെ ഉപ്പ ഇവിടെ വരണം. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്നു. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി പ്രായമുള്ള ചെറിയ കുഞ്ഞാണത്, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ നിബിധങ്ങൾ ഏറ്റെടുത്തു. ഹബീബിന്റെ കയ്യിൽ വെച്ചിട്ട് ആ കുഞ്ഞിങ്ങനെ പിടക്കുന്നു. മരണം കാണുകയാണ് ആ കുഞ്ഞ്. മരിക്കാൻ പോകുന്ന കുഞ്ഞിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ ഹബീബിന്റെ കണ്ണുകൾ നനഞ്ഞു. കണ്ണുനീര് വരുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, മരിക്കാൻ പോകുന്ന കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഒരു സംസാരിക്കുന്ന പ്രായം പോലും എത്തിയിട്ടില്ലാത്ത കുഞ്ഞ്, ഓടിച്ചാടാൻ നേരമായിട്ടില്ലാത്ത കുഞ്ഞ്, സ്വന്തം മകളുടെ മോനാണത്. ആ മോനെ മരിക്കുന്നത് ഹബീബിന്റെ കയ്യിൽ കിടന്നിട്ടാണ്. ആ രംഗം കണ്ടപ്പോ കാരുണ്യവാനായ, കരുണയുടെ കേദാരമായ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്താണ് നബിയേ നിങ്ങൾ എന്ന് അല്ലാഹു പറഞ്ഞ ഹബീബിന്റെ കണ്ണെന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. കണ്ണുനീര് വരുന്നു, തുരുതുരാ കണ്ണുനീര്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ മാ ഹാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ കാണുന്നത്? അങ്ങ് കരയുകയാണോ? ഹബീബിന്റെ മറുപടി വന്നു,
കണ്ണുനീർ തുടച്ചുകൊണ്ട് ഹബീബ് മറുപടി കൊടുത്തു, ഹാദിഹി റഹ്മ, ഇത് കരുണയാണ്, ഇത് കരുണയാണ്. എന്റെ കണ്ണുനീരെന്ന് വരുന്ന കണ്ണുനീർ തുള്ളി കരുണയാണ്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ, കരുണ ചെയ്യുന്നവരോടാണ് അല്ലാഹു കരുണ ചെയ്യുന്നത്. ഒരു രോഗിയെ കാണുമ്പോൾ നമ്മൾ കരയാറുണ്ട് മുഅ്മിനെ. ഒരു മയ്യത്ത് ജനാസ എടുക്കുമ്പോൾ മൊബൈലിൽ വാട്സപ്പിൽ നോക്കി കളിക്കുന്നവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുന്നവരെ, ഒരു മയ്യത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ നാട്ടുവർത്തമാനം പറയുന്നവരെ, ജനാസയെ തോളിലേറ്റി പോകുമ്പോ ഒരു മനുഷ്യൻ ചെയ്ത സർവ്വമാന കർമ്മങ്ങളാണ് പൊതിഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കർമ്മങ്ങളാണ് ഇനി ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥയെന്നോർത്ത് പോകുന്നവർ പേടിക്കേണ്ട നേരത്തെ നമ്മൾ വർത്തമാനം പറയുന്നില്ലേ, ചിരിക്കുന്നില്ലേ, ഫോണത്തിന്റെ ചെയ്യുന്നില്ലേ, സംസാരിക്കുന്നില്ലേ? ഇന്നഹാ റഹ്മത്തുൻ, കരുണയുണ്ടെങ്കിൽ കരഞ്ഞു പോകും. ഹബീബ് മരണം കണ്ട് കരഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അത് സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഹബീബിന്റെ സ്വഹാബിയായിരുന്ന ഇതേ ചോദ്യം ചോദിച്ച സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ പോകുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് വിവരം അറിയിച്ചു, നബിയെ ഒന്ന് വരണം, സഅദ് ലോകത്തോട് ഇവിടെ പറയാറായിട്ടുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് കടന്നു വന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടുകാരവിടെയുണ്ട്. നബി എത്തിയപ്പോൾ ചോദിച്ചു, അഖുദിയ, സഅദ് വഫാത്തായോ? സഅദ് ലോകത്തോട് വിട പറഞ്ഞോ? ഹബീബിനോളം പ്രായമെത്തിയിട്ടില്ല. ഹബീബിന്റെ കൂടെ കഷ്ടപ്പാട് സഹിച്ചവരാണവർ. ഹബീബിന്റെ കൂടെ യുദ്ധത്തിൽ വന്നവര്, ശരീരം മുഴുവനും മുറിവേറ്റവര്, ത്യാഗങ്ങൾ സഹിച്ചവർ, കല്ലേറ് സഹിച്ചവർ, ഒരുപാട് വിഷമം അനുഭവിച്ചവര്, ഒരുപാട് കുത്തുവാക്ക് കേൾക്കേണ്ടി വന്നവര്, മുത്തനബി ഞങ്ങൾക്ക് ഒരപകടം വരുന്നതെന്ന് വിചാരിച്ച് ഹബീബിന് ചുറ്റും ഒരു പരിച പോലെ സ്വന്തം ശരീരം കടയായി നിർത്തിക്കൊടുത്ത സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മരിച്ചുവോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, മരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുന്നു. യബ്കി, ഹബീബ് കരയുകയായിരുന്നു. യബ്കി, ഹബീബ് കരയുകയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് മുഴുവനും ഹബീബിനെ കണ്ടു. ആ പരിശുദ്ധമായ മുഖം കണ്ടു. നല്ല തലയെടുപ്പുണ്ട് നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമൂഹത്തിൽ നിന്നാൽ അവരിൽ ഏറ്റവും ഉയരമുള്ളവർ നബി തങ്ങളായിരിക്കും. ഹബീബിന്റെ രീതി അങ്ങനെയാണ്. ഹബീബിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുഖമാർക്കും കാണാൻ കഴിയും. എന്റെ സ്വഹാബി സഅദ് ലോകത്തോട് വിട പറയുകയാണോ? ഹബീബ് തേങ്ങിക്കരഞ്ഞു. ഹബീബിന്റെ കരച്ചിൽ കേട്ടപ്പോ സ്വഹാബിമാരും കരഞ്ഞു. കുല്ലു സ്വഹാബത്തി ബക്കൗ, എല്ലാവരും കരഞ്ഞു. അവർ നോക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കരയുന്നുവോ നബിയേ? ഹബീബിന്റെ മറുപടി വരുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ. കണ്ണിന് കണ്ണുനീര് വന്നാൽ അല്ലാഹു ശിക്ഷിക്കില്ല സഹാബ. വലാ ബിഹുസ്നിൽ ഖൽബി, ഹൃദയം സങ്കടപ്പെട്ടാൽ അല്ലാഹു ശിക്ഷിക്കുന്നില്ല സഹാബ. വലാകിൻ യുഅദ്ദിബു ബിഹാദാ, എന്നാൽ അല്ലാഹു ശിക്ഷിക്കുന്നത് നാവ് കൊണ്ട് ചെയ്യുമ്പോഴാണോ? യർഹമു, അല്ലെങ്കിൽ അവൻ പുറത്തു തന്നേക്കാം. നാവ് കൊണ്ട് അല്ലാഹു ഇഷ്ടമില്ലാത്തത് പറയല്ല. നാവ് കൊണ്ട് അക്ഷമ കാണിക്കരുത്. നാവ് കൊണ്ട് പഠിക്കല്ലേ, നാവ് കൊണ്ട് ബഹളം വെക്കല്ലേ, നാവ് കൊണ്ട് ഒച്ച വെച്ച് കരയല്ലേ, നെഞ്ചത്തടിക്കല്ലേ. അത് ചെയ്യുമ്പോഴാണ് അല്ലാഹു ശിക്ഷിക്കുന്നത്. എന്നാൽ ഇത് ദംഅത്തുൽ ഐൻ, ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. വഹുസുനുൽ ഖൽബ്, ഇത് ഹൃദയത്തിന്റെ സങ്കടമാണ്. ഒരു കൂട്ടുകാരൻ ലോകത്തോട് വിട പറയുമ്പോൾ തോന്നുന്ന സങ്കടം. എന്റെ മുമ്പിനെ ഒരു മയ്യത്തെടുക്കുന്ന വീടുകളിൽ നമുക്ക് കരയാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെ ഹൃദയം കടുത്തുപോയത് കൊണ്ടല്ലേ? നമ്മുടെ ഹൃദയം കടുത്തുപോയത് കൊണ്ടല്ലേ ഒരു വിഷമം കാണുമ്പോൾ സങ്കടം വരാത്തത്? ഇങ്ങനെ എത്ര ഞാൻ കണ്ടതാണെന്ന് തോന്നലുണ്ടാകുന്നത്? ഖബർ കാണുമ്പോൾ പേടി വരാത്തത്? ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന രംഗം കാണുമ്പോ പൊട്ടിത്തകർന്നു പോകാതിരിക്കുന്നത്? നമ്മുടെ ഹൃദയം കല്ലുപോലെ ഉറച്ചുപോയത് കൊണ്ടല്ലേ എന്ന് പേടിക്കണം. അല്ലാഹുവിനെ ഓർക്കാതിരിക്കുന്ന ഹൃദയങ്ങൾ, അല്ലാഹുവിനെ പറ്റി ചിന്തിക്കാത്ത ഹൃദയങ്ങൾ, നാവുകൊണ്ട് ദിക്ർ ചൊല്ലാത്ത ശരീരങ്ങൾ, അവർക്ക് ഹൃദയം കടുത്തുപോകുമെന്ന്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി
أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഹൃദയങ്ങൾ പേടിക്കണം. ഹബീബ് കരഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ കണ്ണുനീർ വീണിട്ടുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന മോൻ അലൈഹിസ്സലാം, അത് ഇസ്മാഈൽ നബിയുടെ വാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല, മുത്ത് നബിയുടെ ഒരു മോനുണ്ട്. മാരിയത്തുൽ ഖദിസിയ ബീവിയിൽ നിന്ന് നബിതങ്ങൾക്ക് ജനിച്ചൊരു മോൻ ഇബ്രാഹിം എന്ന കുഞ്ഞ്. ذهبنا مع النبي صلى الله عليه وسلم. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹബീബിന്റെ മോൻ ഇബ്രാഹിം എന്ന കുഞ്ഞിനെ കാണാൻ ചെന്നു. وكان يحبه حبا جما. വല്ലാത്ത സ്നേഹമായിരുന്നു ഇബ്രാഹിം എന്ന കുഞ്ഞിനോട് നബിക്ക്. നല്ല സ്നേഹമായിരുന്നു. ചെറിയ കുഞ്ഞാണ്. അല്ലാഹുവിന്റെ ഹബീബ കുഞ്ഞിനെ ചേർത്ത് വെച്ചു, നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചു. وقبله ആ കുഞ്ഞിനെ ഹബീബ് ചുംബിച്ചു. വശമ്മഹു ഹബീബിന്റെ നബിതങ്ങൾ ആ കുഞ്ഞിനെ നബിതങ്ങൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിമണത്തു. നോക്കണം ഒരു കുഞ്ഞിനോട് നബിതങ്ങൾ കാണിക്കുന്ന വാത്സല്യം. എത്ര തിരക്കുള്ള ആളാണ് അല്ലാഹുവിന്റെ റസൂൽ, എത്ര ബിസിയുള്ള ആളാണ് അല്ലാഹുവിന്റെ ഹബീബ്. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്നത്, കുഞ്ഞുങ്ങളെ അതാരുടെ കുഞ്ഞാണെങ്കിലും ഒന്ന് എടുക്കുന്നത്. നബിതങ്ങൾ എടുക്കുമായിരുന്നു കുഞ്ഞുങ്ങളെ. ഒരു കുഞ്ഞിനെടുത്തപ്പോഴാണ് ആ കുഞ്ഞ് ഹബീബിന്റെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചത്. സഹാബിമാരെ ചീത്ത പറയാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ വാപ്പയെ, മൂത്രമൊഴിക്കുന്ന കുഞ്ഞിനെയാണോ ഹബീബിന് കൊടുക്കുന്നത്? ഹബീബിന്റെ ദേഹത്തുകൂടെ മൂത്രമൊഴിക്കുന്ന ചെറിയ കുഞ്ഞ്. സഹാബിമാർ ആ കുഞ്ഞിനെ നബിയിൽ നിന്ന് വാങ്ങാൻ നോക്കുമ്പോൾ നബിതങ്ങൾ വേണ്ട വേണ്ട അവിടെ തന്നെ നിൽക്കട്ടെ. ആ കുഞ്ഞിനെ ചേർത്ത് വെച്ചു. കുഞ്ഞ് മൂത്രമൊഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് നബിതങ്ങൾ ആ വസ്ത്രം വൃത്തിയാക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന മോനെ നബിതങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. ആ മുഖത്ത് ചുംബിച്ചു. ആ നെറ്റിയിൽ ഹബീബ് മുത്തിമണത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചു നേരം കഴിഞ്ഞ് നബിതങ്ങൾ വീണ്ടും വന്നു. രോഗമായി കിടക്കുന്ന കുഞ്ഞാണത്. കുഞ്ഞ് മരിക്കാൻ പോകുന്നു. നബിതങ്ങൾ വീണ്ടും വന്നു റൂമിലേക്ക്. രോഗിയായി കിടക്കുന്ന മോനെ ഒന്ന് വാരിയെടുത്ത് നബിതങ്ങൾ ഉമ്മ വെച്ചു, മുത്തി മണത്തു. ആ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവിടെ തന്നെ കിടത്തി. നബിതങ്ങൾ പുറത്തു പോകുന്നു. വീണ്ടും വന്നു കുഞ്ഞിനെ ഒന്ന് കാണാൻ. അപ്പോഴേക്കും ആ കുഞ്ഞു ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ ഖവാഅത്തിയാൽ അല്ലാഹു ഒരു കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട നേരം, ഒരു മനുഷ്യനെ ലോകത്ത് നിന്ന് കൊണ്ടുപോകേണ്ട നേരമായാൽ ഒരു ഹോസ്പിറ്റലിലും രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഒരു ഡോക്ടർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഒരു മരുന്നിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് പ്രഗത്ഭരായ ലോകത്തെ ഏറ്റവും വലിയ പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഒരു സർജറി നടത്തിയാൽ തന്നെയും അല്ലാഹു കണക്കാക്കിയ നേരമായാൽ ശരീരം മരുന്നിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും ഡോക്ടർമാർ. അതിനർത്ഥം എന്താണ്? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, ശരീരം അതിന് പ്രതികരിക്കുന്നില്ല എന്ന് പറയും. ശരീരം പ്രതികരിക്കാതെ റബ്ബിന്റെ ഖദാ വരുമ്പോ, അല്ലാഹുവിന്റെ ഖദാ ഉണ്ടാകുമ്പോ പോസിറ്റീവായിട്ട് പ്രതികരിക്കും. അല്ലാഹുവിന്റെ ഖദാ വരുമ്പോ നെഗറ്റീവായിട്ട് പ്രതികരിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നനയുകയായി. ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീരുകൾ വരികയായി. മുത്ത് റസൂലിന്റെ കണ്ണുനീർ തുള്ളികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹബീബിന്റെ കണ്ണ് നനയുകയാണ്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, യാ മാ ഹാദാ യാ റസൂലല്ലാഹ്, നബിയേ എന്താണിത്? അങ്ങ് കരയാണോ നബിയേ? ഞങ്ങളോട് കരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങ് കരയുകയാണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഇന്നൽ ഐന തദ്മഅ ഇന്നൽ ഖൽബ ലയഹ്സൻ വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ വഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കണ്ണുനീർ തുള്ളികൾ കണ്ടപ്പോൾ ചോദിക്കുന്നു, നബിയേ എന്താണ് നബിയേ ഇത്? ഒരു കുഞ്ഞിന്റെ മരണം കാണുമ്പോഴേക്കും അങ്ങ് വലിയ ആളല്ലേ, അങ്ങ് കരയുകയാണോ? അങ്ങ് പൊട്ടിക്കരയുകയാണോ? ഹബീബായ നബി അങ്ങ് തകരുകയാണോ?
എന്താ നബിയെ കരച്ചിൽ? അങ്ങ് കരയുമ്പോ ഞങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല, അങ്ങയുടെ കണ്ണുനീര് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ഹബീബിന്റെ മറുപടി വരുന്ന അബ്ദുറഹ്മാൻ ഇന്നൽ ഐന ലതദ്മ, അന്നെന്ന കണ്ണുനീര് വരും അബ്ദുറഹ്മാൻ. വഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയം നോവുണ്ടാവുകയും ഹൃദയം സങ്കടപ്പെടുകയും ഹൃദയത്തിൽ നിന്ന് വേദന ഉണ്ടാവുകയും ചെയ്യും. وإنا لفراقك يا إبراهيم لمحزونون. മോനെ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ, ഞങ്ങൾ എല്ലാവരും സങ്കടത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരല്ലേ, നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരല്ലേ. ഞങ്ങളെല്ലാം അല്ലാഹുവിന്റെ മേലുള്ളവര്, ഞങ്ങളെല്ലാം അവരിലേക്ക് തിരിച്ചു പോകും. എന്റെ മോൻ ഇന്ന് പോകുന്ന നാളെ ഞാൻ, മറ്റന്നാൾ അവൻ, അതിന്റെ പിറ്റേന്ന് മറ്റൊരാൾ. നമ്മളെല്ലാം അല്ലാഹുവിനല്ലയോ? ഇത് കണ്ണ് കരയുന്നത്, ഹൃദയം നോവിക്കുന്നത്, ഹൃദയം നോവുന്നത്, ഹൃദയം പേടിക്കുന്നത്, സങ്കടപ്പെടുന്നത്, ഇത് ചെയ്യരുതെന്നല്ല അല്ലാഹു പറഞ്ഞത്. മനുഷ്യ സഹജമല്ലയോ അബ്ദുറഹ്മാൻ? ഈ കാരുണ്യം അല്ലാഹു ഹബീബിന്റെ ഖൽബിൽ കൊടുത്ത ഈ കരുണ എങ്ങനെയാണ് തടഞ്ഞു വെക്കാൻ കഴിയുന്നത്? എന്റെ മുമ്പിനെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വറ്റിപ്പോയ കാലമാണിത് അല്ലേ? നമ്മുടെ റോഡുകളിൽ നടക്കുന്ന ആക്സിഡന്റുകൾ, ചോരയിൽ കുളിച്ചു കിടക്കുമ്പോ ഒരു രോഗിയെ ബൈക്ക് ആക്സിഡന്റോ കാർ ആക്സിഡന്റോ, കാറും ബസ്സും കൂട്ടിയിടിച്ചിട്ട്, വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ട് പച്ച ചോരയിൽ കിടന്ന് ഒരു രോഗി പിടക്കുന്ന നേരത്തല്ലയോ നമ്മൾ വീഡിയോ എടുത്തിട്ട് എന്റെ വീഡിയോ ആവണം ആദ്യം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോവേണ്ടത്, എന്റെ പിക്ചർ ആവണം ലോകത്ത് ആദ്യം എത്തേണ്ടതെന്ന് പറഞ്ഞ് ഒരു രോഗിയെ കാണുമ്പോ, ആക്സിഡന്റായി കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോ റോഡിൽ നിന്ന് വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട നേരത്താണ് നമ്മൾ ഫോട്ടോ എടുത്തത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. കരുണ എവിടെ പോയി? കരുണ എവിടെ പോയി? ഹൃദയങ്ങൾ എവിടെയാണ് കരുണ നഷ്ടപ്പെട്ടു പോയത്? അഷ്റഫുൽ ഖൽഖ് ഞങ്ങളുടെ മുമ്പിൽ വന്ന സ്വഹാബി അഖ്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വാരി പുണരുകയും ഉമ്മ വെക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ, അത് നബിയുടെ മോനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അഖ്റഅ ബിൻ ഹാബിസ് എന്ന വിദൂരങ്ങളിൽ താമസിക്കുന്ന, മലയോരങ്ങളിൽ താമസിക്കുന്ന ഒരു നാട്ടുംപുറത്തുകാരനായ സ്വഹാബി നബിയോട് പറഞ്ഞുവല്ലോ, നബിയേ, അങ്ങ് മക്കളെ ഉമ്മ വെക്കുന്നുണ്ടോ? എനിക്ക് 10 മക്കളുണ്ട്. എന്റെ 10 മക്കളിൽ ഒരു കുഞ്ഞിനെ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ഉമ്മ വെച്ചിട്ടില്ല എന്ന് കരുണയുടെ ലേശമില്ലാത്ത ഒരു മറുപടി കൊടുത്തപ്പോഴാണ് ലോകത്തിന്റെ ഗുരു പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം അല്ലാഹു എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? കരുണയുള്ളവനല്ലേ മക്കളെ സ്നേഹിക്കുക, കരുണയുള്ളവനല്ലേ സഹജീവികളെ സ്നേഹിക്കുന്നത്, കരുണയുള്ളവനല്ലേ പാവപ്പെട്ടവരെ കാണുമ്പോ അവരുടെ ഹൃദയമല്ലേ നോവുന്നത്, കരുണയുള്ളവർക്കല്ലേ ഒരു രോഗിയെ കാണുമ്പോ, ഒരു ആക്സിഡന്റ് കാണുമ്പോ അവിടെ ചെന്ന് ഇടപെട്ട് വല്ല സഹായം ചെയ്യാൻ തോന്നുന്നത്. നിന്റെ കൽവിൽ നിന്ന് അല്ലാഹു കരുണയെ കൊണ്ടുപോയാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ആ ചോദ്യം നമ്മളോടാണോ നബി തങ്ങൾ ചോദിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. നമ്മുടെ കൽബുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? ചോരയുടെ സീനുകളുള്ള പിക്ചറുകൾ, നമ്മുടെ വാട്സപ്പുകളിലൂടെ വീഡിയോകൾ, തലറക്കുന്നത്, മനുഷ്യനെ മൃഗങ്ങളെ കൊല്ലുന്ന പോലെ കൊല്ലുന്നത്, മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്നത്, ഇതൊക്കെ പച്ചയിൽ നടക്കുന്ന വീഡിയോസ് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കരുണയാണ് കൊല്ലപ്പെടുന്നത്. ആ മനുഷ്യൻ കൊല്ലപ്പെടുന്നതോടുകൂടെ നമ്മുടെ കൽബിനുള്ളിൽ കിടക്കുന്ന അല്ലാഹു തന്ന സ്നേഹമാണ് അവിടെ മരിക്കുന്നത്, കരുണയാണ് മരിക്കുന്നത്, ആർദ്രതയാണ് നശിച്ചു പോകുന്നത്, വാത്സല്യമാണ് നശിച്ചു പോകുന്നത്. ചെയ്യല്ലേ അല്ലാഹു മനുഷ്യ ശരീരത്തിന്റെ ഹുർമത്ത് കൊടുത്തിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിന് അല്ലാഹു ഒരു പവിത്രത കൊടുത്തിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ശരീരങ്ങൾ യുദ്ധങ്ങളിൽ ശത്രുക്കൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ ആ മയ്യത്തായി കിടക്കുന്ന ശുഹദാഇന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിമാരെ കാണാൻ വിടില്ലായിരുന്ന ബന്ധുക്കളെ നബി തങ്ങൾ പറയും കാണിച്ചു കൊടുക്കണ്ട എന്ന്. കൈകാലുകൾ അറ്റുപോകുന്നത്, കഴുത്തറ്റുപോകുന്നത്, കാലുകൊഴിഞ്ഞു പോകുന്നത്, ഇതുപോലെയുള്ള സീനുകൾ നമ്മളാരും പരസ്യപ്പെടുത്തല്ലേ, അത് വീഡിയോ എടുത്തിട്ട് വിവിധ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കല്ലേ. മനുഷ്യ ശരീരത്തിന് അല്ലാഹു നൽകുന്നൊരു ആദരവുണ്ട്. അല്ലാഹു മനുഷ്യനെ ആദരിച്ചു. മുഖം വികൃതമായാൽ പോലും അത് കാണിച്ചു കൊടുക്കരുത്.
മയ്യത്ത് വന്നിരിക്കുന്ന ആക്സിഡന്റായ മയ്യത്താണ്. ആ ആക്സിഡന്റായ മയ്യത്ത് മുഖം ശരീരം ചതഞ്ഞരിഞ്ഞു പോകുന്ന മയ്യത്ത് നടക്കുന്നില്ലേ? കാണിച്ചു കൊടുക്കേണ്ടതില്ലല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥയിലാണോ കാണിച്ചു കൊടുക്കരുതെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണ് ആക്സിഡന്റ് സീനുകളൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കുമ്പോൾ എത്ര ഗൗരവമാണത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം അല്ലാഹു എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ കരച്ചിലിൽ ഏറ്റവും കൂറിയ ഭാഗം, ഏറ്റവും കൂടുതൽ ഭാഗം ഹബീബ് കരുണയാൽ കരഞ്ഞതായിരുന്നു. ഹബീബിന്റെ റഹ്മത്ത്. ഇനി ഹബീബ് കരഞ്ഞിട്ടുണ്ട് ഖൗഫൻ അലാ ഉമ്മതി, നമ്മളെ പേടിച്ചുകൊണ്ട്, നമ്മളെയോട്ട് പേടിച്ച് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതിയിട്ട് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى മഴങ്ങനെ ഓരോ മഴത്തുള്ളിയോടൊപ്പവും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ഹദീസുണ്ട്. അല്ലാഹുവേ, മഴ പെയ്യുന്ന നേരത്ത് ദുആയിനുത്തരണ്ടാകും. അല്ലാഹുവിന്റെ കരുണയാണ്. നമ്മൾ ഒരു മാസം മുമ്പ് കൊതിച്ചിരുന്ന നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത് അല്ലേ? മഴ വേണം റബ്ബേ, അല്ലാഹുവേ, ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യ പടച്ചോനെ, ഇവിടെ കിടന്നുറങ്ങാൻ വയ്യ റബ്ബേ, മക്കൾക്ക് പുറത്തിറങ്ങാൻ വയ്യ പടച്ചോനെ, മഴ വേണം എന്ന റബ്ബിന്റെ കരുണയാണ് നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇതോടൊപ്പം നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്തതികൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മൾ പോലും അറിയാത്ത ആളുകൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ കരുണ നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഫദ്ലുകൾ സുഖത്തോട്ടാക്കി തരട്ടെ. മരിക്കുന്ന നേരം അല്ലാഹു നമ്മുടെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലിന്റെ കണ്ണുനീർ തുള്ളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രിയിൽ നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നു. ആ രാത്രിയിൽ 2 ആയത്താണ് നബി തങ്ങൾ ഓതിയത്. 2 ആയത്തുകൾ മാത്രം. അത് ആവർത്തിച്ച് ഓതുകയുണ്ടായി. അത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിംബാരാധന നടക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പറഞ്ഞ വാക്കാണത്. അള്ളാഹുവിനോട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്ത് ഇബ്രാഹിമിലെ 36-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ഈ ആയത്താണ് ഒന്ന് നബി തങ്ങൾ ഓതിയത്. മറ്റേ റക്അത്തിൽ ഹബീബ് ഓതുന്നു ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ 2 ആയത്തുകളും 2 മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആദ്യത്തെ ആയത്ത് ബിംബങ്ങളെ പൂജിക്കുന്നവരെ, ബിംബങ്ങളെ ആരാധിക്കുന്നവരെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാബിലോണിയക്കാരോട്, മെസപ്പൊട്ടോമിയക്കാരോട് അല്ലാഹുവിന്റെ നബിയും മുർസലുമായ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നഹുന്ന അضللن كثيرا من الناس,
ഈ ബിംബങ്ങൾ കാരണം ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ. ബഹുദൈവ ആരാധന കാരണം ഒരുപാട് ആളുകളെ ഈ ബിംബങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. റബ്ബി ഇന്നഹുന്ന ഈ ബിംബങ്ങൾ ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്രാഹിം എന്താ പറയുന്നത്? ബിംബാരാധന ചെയ്യാതെ, ബഹുദൈവ ആരാധന ചെയ്യാതെ ഏകനായ സത്താവിനെ ആരാധിച്ച് ജീവിക്കുന്ന എന്റെ കൂടെ കൂടിയ ആളുകൾ അവരെന്നിൽപ്പെട്ടവരാണ് റബ്ബേ. മുഅ്മിനീങ്ങൾ എത്ര ദഅവത്ത് ചെയ്തിട്ടും ബഹുദൈവാരാധന തെറ്റാണെന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാവാതെ വീണ്ടും ആ തിന്മയിൽ തന്നെ തുടരുന്ന ആളുകൾ അവരെ ശിക്ഷിക്കണമെന്നല്ല ഇബ്രാഹിം നബി പറയുന്നത്. നോക്കണം, പ്രവാചകന്മാരുടെ മനസ്സ് നോക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുന്നവരുണ്ടല്ലോ കൂട്ടത്തിൽ, നീ പുറത്തു കൊടുക്കാൻ കഴിവുള്ളവനല്ലയോ, നീ കരുണ ചെയ്യുന്നവനല്ലയോ തമ്പുരാനെ. പ്രവാചകന്റെ മനസ്സാണത്. മനുഷ്യരെ നശിപ്പിക്കണമെന്നല്ല പ്രവാചകന്മാർ പറയാ. ബഹുദൈവ ആരാധന ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അല്ലാഹുവിനോട് ചെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിലേക്ക് പരാതി പറയുമ്പോ, എന്നെ പിൻപറ്റിയവർ എന്നിൽപ്പെട്ടവരാണ്, അവരെന്നിൽപ്പെട്ടവരാണ്, എന്നാൽ എന്നെ അംഗീകരിക്കാത്തവര്, ഞാൻ പറഞ്ഞത് എതിര് ചെയ്യുന്നവര്, എന്റെ ദഅവത്ത് സ്വീകരിക്കാത്തവര്, നീ പുറത്തു കൊടുക്കുന്നവനാണ്, നീ കരുണ ചെയ്യുന്നവനാണ്. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഓതുകയാണ്. അല്ലാഹുവേ, മക്കയിൽ നിന്ന് ബിംബാരാധനയുണ്ട്. നിൽക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു ഖബൂലാക്കട്ടെ. പരിപാടി കഴിഞ്ഞ് നമ്മുടെ ജനപ്പോയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പരിപാടി നടക്കാനുണ്ട്. അത് സാറിന്റെ മുമ്പ് തന്നെ നടക്കണം. ഇംഗ്ലീഷിലാണ് വിദ്യാർത്ഥികൾക്ക്. അപ്പോ അതിന്റെ മുമ്പായിട്ട് സമയം കണ്ടെത്തുമ്പോഴാണ് ഇൻഷാ അല്ലാഹ്
നിബിധങ്ങളുടെ രാത്രിയിലെ ആ ഒരു നിസ്കാരം, നിബിധങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയുന്ന പോലെ, റബ്ബേ ഞാൻ വിളിച്ചിട്ട് വരാത്തവരുണ്ട്, റബ്ബേ ഞാൻ വിളിച്ചിട്ട് വരാത്തവരുണ്ട്, റബ്ബേ മനസ്സിലാവാത്തവരുണ്ട്, ഞാൻ വിളിച്ചിട്ട് ഉത്തരം തന്നവർ അവരെന്നിൽപ്പെട്ടവരാണ്. من تبعني فإنه مني ومن عصاني فإنك غفور رحيم. ക്രിസ്ത്യാനികൾ പരലോകത്തേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈസാ നബിയെ, നിങ്ങളാണോ ക്രിസ്ത്യാനികളോട് യേശു എന്ന് വിളിച്ച് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങളെ ആരാധിക്കണമെന്ന് നിങ്ങളാണോ പറഞ്ഞത്? നിങ്ങളുടെ ഉമ്മ മറിയം ബീവിയെ, കന്യാമറിയം ദൈവമാണെന്ന് പഠിപ്പിച്ചത് നിങ്ങളാണോ? പറയും, അല്ലാഹുവേ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ റബ്ബേ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് അറിയുമല്ലോ. ഞാൻ നിന്നെ ആരാധിക്കാനല്ലേ അവരോട് പറഞ്ഞത്. എന്റെയും എന്റെ ഉമ്മയുടെയും ഇലാഹായ നീയെ, ഞാനും എന്റെ ഉമ്മയും ദൈവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബേ. അവർ എന്നെ പറ്റി പറഞ്ഞവരാണ്, എന്നെ പറ്റി അവരങ്ങനെ വിചാരിച്ചു, അവരങ്ങനെ ബഹുദൈവ ആരാധന ചെയ്തു. അതുകൊണ്ട് അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് വേണ്ടത് ചെയ്യാം. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അല്ലാഹുവേ, നീ ഏറ്റവും മഹോന്നതനാണ്, തന്ത്രജ്ഞനാണ്, നിയമം നടപ്പാക്കാൻ കഴിവുള്ളവനാണ്, ശിക്ഷ നടപ്പാക്കാനും പുറത്തു കൊടുക്കാനും കഴിവുള്ളവനാണ് എന്ന് ഈസാ നബി കൊടുക്കുന്ന മറുപടി അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, എന്റെ ഇബാദുകളിൽ, എന്റെ ഉമ്മത്തികളിൽ അല്ലാഹുവേ ആരൊക്കെയാണോ തെറ്റ് ചെയ്തത് അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ലോകമാണ്, നിന്റെ അടിമകളാണ്, നിന്റെ മനുഷ്യർ, അവർ നിന്റേതാണ്, നിന്റേതാണ്, നിനക്ക് വേണ്ടത് ചെയ്യാം. പുറത്തു കൊടുക്കുമോ? പുറത്തു കൊടുത്താൽ നിനക്കൊന്നും അഭിമാനം നഷ്ടപ്പെടില്ലല്ലോ, പുറത്തു കൊടുത്താൽ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ഈസാ നബി അലൈഹിസ്സലാം ഓതിയതുപോലെ, ഓതുന്ന പോലെ, പറയുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർത്ത് 2 റക്അത്ത് നിസ്കാരത്തിൽ ദീർഘമായ മണിക്കൂറുകളോളം ഹബീബ് തങ്ങൾ നിന്ന് നിസ്കാരത്തിലാണ് നബി തങ്ങൾ ഈ 2 ആയത്തുകൾ ഓതിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബ് കരയുകയാണ്, ആകാശ ലോകത്തേക്ക് കൈയുയർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ യബ്കി, നബി കരയാൻ തുടങ്ങി. അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, പടച്ചവനേ എന്റെ സമൂഹം, എന്റെ സമൂഹം. അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമൂഹം, എന്റെ സമൂഹത്തിന് എന്ത് നാളെ സംഭവിക്കും റബ്ബേ? നീ അവർക്ക് പുറത്തു കൊടുക്കുമോ? നീ മാപ്പ് കൊടുക്കുമോ? കരുണ ചെയ്യുമോ എന്ന് മുസ്ലിമിനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്, ചോദിക്കൂ ജിബ്രീലേ, നബിയോട് ചോദിക്കണം എന്തിനാ ഹബീബ് കരയുന്നതെന്ന്. അല്ലാഹുവിനറിയാം ഉത്തരം, റബ്ബിനറിയാം ഉത്തരം. എന്നാലും നബിയോട് ജിബ്രീലേ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ അവിടുത്തെ ഉമ്മത്തിനെ ഓർത്ത് കരയുകയാണ് റസൂൽ, അവിടുത്തെ സമുദായത്തെ ഓർത്ത് കരയുകയാണ് റസൂൽ. ഉമ്മത്തികളെ ഓർത്താണ് ഹബീബ വിങ്ങി പൊട്ടുന്നത്. ജിബ്രീലേ എന്റെ ഹബീബിനോടെല്ലാം പറഞ്ഞു കൊടുക്കുക, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദിൻ ഫഅഖ്ബിറുഹു, എന്റെ നബിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക, അന്നാ സനുറീക ഫീ ഉമ്മതിക, തീർച്ചയായും നിങ്ങളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നാം സന്തോഷം നൽകും നബിയെ, നിങ്ങൾ വിഷമിക്കേണ്ട നബിയെ, നിങ്ങളുടെ ഉമ്മത്തികൾക്ക് പ്രത്യേകമായ പരിഗണന നാളെയുണ്ട് എന്ന് നബിയോട് പറയൂ ജിബ്രീൽ എന്ന് അല്ലാഹുവിന്റെ മറുപടി വരുമ്പോഴാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തമാകുന്നത്, ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. നാളെ ശഫാഅത്തിന് വേണ്ടി ഓടുന്ന രംഗം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്പിയാക്കന്മാരിലേക്ക് മനുഷ്യരോടും 50,000 വർഷത്തെ ദൈർഘ്യമുള്ള പരലോകത്തിന്റെ ഒരു ദിവസത്തിൽ സഹിക്കാൻ കഴിയാതെ വിചാരണ തുടങ്ങണേ എന്നപേക്ഷിക്കാൻ പ്രവാചകന്മാരെ സമീപിക്കുന്ന രംഗം ഹദീസുകളിലുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നവിടെ നൂഹ് നബിയെ, ഇബ്രാഹിം നബിയെ, മൂസ നബിയെ, ഈസ നബിയെ, അവസാനം വന്നെത്തുന്നത് അഷ്റഫുൽ വറാ
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനലഹ ഞാനാണതിന് അർഹൻ, അനലഹ ഞാനാണതിന് അർഹൻ. അങ്ങനെ ഹബീബ് സുജൂദിൽ വീഴുന്നു. നബി തങ്ങൾ അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. ബിമഹാമിദ ലം യഅലംഹാ ഫിദ്ദുനിയ, ഈ ലോകത്തിൽ നബി തങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാത്ത പരലോകത്ത് ആ സന്ദർഭത്തിൽ മാത്രമായി അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ ഹംദാണത്, പ്രത്യേകമായ ദിക്റുകളാണത്. നബി തങ്ങൾ അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തലയുയർത്താൻ പറയുന്നു കാരുണ്യവാനായ അല്ലാഹു, ഇർഫഅ മുഹമ്മദ് ഇർഫഅ വശ്ഫഅ തുശഫഅ, തലയുയർത്തൂ നബിയെ, തലയുയർത്തൂ നബിയെ സുജൂദിൽ നിന്ന്. വശ്ഫഅ തുശഫഅ, ശഫാഅത്ത് ചെയ്തോളൂ നബിയെ, ശുപാർശ ചെയ്തോളൂ, അങ്ങയുടെ ശുപാർശ ഇന്ന് സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് ഉമ്മത്തി ശഫാഅത്തി ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട പാപികളായ വൻപാപികളായ വലിയ വലിയ തെറ്റ് ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് ആനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു. കരുണയാണ് നബി തങ്ങൾ, റഹ്മത്താണ് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹബീബിന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ഒരു സ്വലാത്ത് കൂടെ ചൊല്ലുന്നു. അല്ലാഹു നമുക്ക് ഹബീബിന്റെ ആ സ്വലാത്ത് കൊണ്ട് അല്ലാഹുവിന്റെ കരുണയാൽ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു നൽകിയേക്കും. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ കരുണയാൽ വന്ന കണ്ണുനീര് വേറെയുണ്ട്. അന്നൊരു സൂര്യഗ്രഹണം നടന്നതിന് സൂര്യഗ്രഹണം, സൂര്യഗ്രഹണത്തിന് നിസ്കാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്ന ശംസ വൽ ഖമറ ആയതൈനി മിൻ ആയാതില്ലാഹ്, തീർച്ചയായും സൂര്യനും ആയതാനി മിൻ ആയാതില്ലാഹ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ലാ യഖ്തിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാൾ ജനിച്ചതുകൊണ്ടോ ഒരാൾ മരിച്ചതുകൊണ്ടോ അല്ല സൂര്യഗ്രഹണം നടക്കുന്നത്, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നത്. സൂര്യഗ്രഹണം നടന്നാൽ നിങ്ങൾ പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കണം. ഇവരങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യഗ്രഹണ നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നത് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരങ്ങൾ നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബർ, നീണ്ട ഒരു നിസ്കാരം, നീണ്ട നേരം ഹബീബായ വിധങ്ങൾ നിന്നു നിസ്കാരത്തിൽ. സ്വഹാബിമാർ വിചാരിച്ചു ഇനിയൊരു റുക്കൂഅ് ഉണ്ടാവില്ല എന്ന്. നിർത്താം. പിന്നെ വിധങ്ങൾ റുക്കൂഇലേക്ക് പോയി. സ്വഹാബിമാർ ഉറപ്പിച്ചു ആ റുക്കൂഇന്റെ ദൈർഘ്യം കാരണം ഇനി വിധങ്ങൾ ഇഅ്തിദാലിലേക്ക് പോലും വരികയില്ലായിരിക്കാം. പിന്നെ ഇഅ്തിദാലിലേക്ക് വന്നു. അവർ വിചാരിച്ച് സുജൂദിൽ പോകില്ലേ എന്ന്. ഒരുപാട് നേരം നിന്നും വീണ്ടും സുജൂദിലേക്ക്. സുജൂദിൽ ഒരുപാട് നേരം അവർ വിചാരിച്ചു നബിതങ്ങൾ സുജൂദിൽ നിന്ന് തലയെടുക്കില്ല. അത്രയും നേരം നബിതങ്ങൾ സുജൂദിൽ കിടന്നു. ദീർഘമായ ആ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ നിസ്കാരത്തെ കുറിച്ച് സ്വഹാബിമാർ പറയുന്നു, നീണ്ട സുജൂദിൽ ഞങ്ങൾ ഹബീബിന്റെ കൂടെ സുജൂദിൽ കിടക്കുമ്പോ അവിടുന്ന് ദുആ ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുകയാണ്. എന്റെ മുമ്പിലോർക്കണം, എന്റെ സൂര്യഗ്രഹണ നിസ്കാരമാണ്. സൂര്യഗ്രഹണം നടക്കുമ്പോൾ നമ്മൾ സെൽഫി എടുക്കാൻ നോക്കും, ആ നേരത്തെ ഫോട്ടോ എടുക്കാൻ നോക്കും, ആ ഒരു സംഭവത്തെ സെലിബ്രേറ്റ് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. സൂര്യനെ, ചന്ദ്രനെ, ഭൂമിയെ കൃത്യമായ രേഖയിലൂടെ, കൃത്യമായ ഓർബിറ്റിലൂടെ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നവനാണ് അല്ലാഹു. ആ കൃത്യമായ സഞ്ചാരത്തിനിടയിൽ വരുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രതിഭാസം നടക്കുമ്പോ നിങ്ങളത് ആവിനെ ഓർക്കാനുള്ള നേരമായി എടുക്കണേ. സെലിബ്രേറ്റ് ചെയ്യലല്ല. എങ്ങനെ ഇബാദത്ത് കൊണ്ട് നിങ്ങളതിനെ അതേ നിങ്ങൾ ഓർക്കണം. ഇബാദത്ത് കൊണ്ട് ആളുകൾ ബീച്ചിലായിരിക്കും, അപ്പോ ക്ലബുകളിലായിരിക്കും, അന്നേരത്തെ ഫോട്ടോ പ്രദർശനങ്ങളിലായിരിക്കും, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരം ആഹുവിന്റെ റസൂലും സ്വഹാബിമാരും നിസ്കാരത്തിലാണ്, സുജൂദിലാണ്. ദീർഘമായ ആ സൂര്യഗ്രഹണ നിസ്കാരത്തിൽ മുത്തനബിതങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുകയാണ്. റബ്ബി അലം തഅദ്നി അല്ലാ തുഅദ്ദിബഹും വഅന ഫീഹിം, അല്ലാഹുവേ നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ ഇവർക്ക് ഘോരമായ ശിക്ഷ ഇറക്കുകയില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ അദാബ് ഈ ഉമ്മത്തിൽ വരികയില്ലെന്ന്. അലം തഅദ്നി, നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്.